CPM-ന്റെ പ്രതിനിധി പറഞ്ഞു ഇവിടെ ഒന്നിച്ച് നിൽക്കേണ്ട ആളുകളാണെന്ന്. ശരിക്കും നിങ്ങൾ ഒന്നിച്ച് തന്നെയല്ലേ നിൽക്കുന്നത്? നിങ്ങൾ ഇവിടെ രണ്ട് ടീമായിട്ട് നിന്ന് മത്സരിച്ച് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്? അവിടെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് കൈ വെക്കണു. നിങ്ങൾക്ക് ഒറ്റ സ്ഥാനാർത്ഥി നിർത്തിയാൽ പോലെ ഇവിടെ ഈ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ നിങ്ങൾക്ക് ഒറ്റ സ്ഥാനാർത്ഥി നിർത്തേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ നാടകം കളിക്കുന്നു, അതല്ലേ? മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ തവണ ഇന്നസെന്റ് ജയിച്ചു, ബെന്നി ബെഹ്റാൻ ജയിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ നിൽക്കുന്നത് അങ്കമാലിയാണ്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അങ്കമാലി തൊട്ടടുത്താണ് ആദിശങ്കരൻ ജനിച്ച നാട്. ഇവിടെ MLA ഉണ്ട്, MP ഉണ്ട്, രണ്ടുപേരും ഒരു പാർട്ടിയെ പ്രതിനിധിക്കുന്ന ആളുകൾ തന്നെയാണ്. കാലടിയിലെ ഇപ്പോൾ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഈ സമയത്ത് ചെന്ന് നോക്കിയാൽ കൂരി ഇരുട്ടാണ്. എന്ത് വികസനമാണ് ഈ കാലടിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? ഈ ശങ്കരാചാര്യരുടെ നാട്ടിലേക്ക് വന്നാൽ ഒരു സൈൻ ബോർഡ് പോലും ഇവിടെ ഇല്ല. അദ്ദേഹത്തിന് ഏതോ കഷ്ടകാലത്താണ് ഈ നാട്ടിൽ ജനിച്ചത്. എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടെ? ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്?